ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആനന്ദ് ദേവിയുടെ വീട്ടിലേക്ക് വരുവാണല്ലോ. പക്ഷേ വരുമ്പോൾ തന്നെ ഉദയഭാനു വിചാരിക്കുന്നുണ്ട് ദേവിയെ കൂട്ടിക്കൊണ്ട് പോകാനായിരിക്കുമെന്ന്. അതിനു മുന്നേ തന്നെ ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ദേവിയും ശ്രീകലയും കൂടെ നേരത്തെ തന്നെ ദേവമംഗലത്തിൽ ചെല്ലണം. അവിടെ ചെന്ന് കുറച്ച് ദിവസം താമസിക്കുമ്പോൾ തന്നെ ആനന്ദിൻ്റെ ആ രീതികളും ഒക്കെ മാറി ദേവിയോട് ഇഷ്ടം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇനി അങ്ങോട്ട് പോകത്തില്ല, നിങ്ങളിനി എന്തൊക്കെ ചെയ്താലും പോകത്തില്ല എന്ന്. അപ്പോഴാണ് ആനന്ദ് വരുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ ഉദയഭാനു വിചാരിക്കുന്നുണ്ട് വിളിച്ചിട്ട് പോകാനായിരിക്കും വരുന്നതെന്ന്. പക്ഷേ ഡൈവോഴ്സ് നോട്ടീസുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അറിയുമ്പോൾ അവർ തകർന്നു പോവാട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ദേവി പറയുന്നുണ്ട്, എനിക്ക് ആനന്ദേട്ട ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ദേവി ഇത് എന്നെ ഉപേക്ഷിക്കരുതെന്ന് പറയുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റിനല്ല, എന്നോട് ക്ഷമിക്കാൻ ഞാൻ പലതവണ പറഞ്ഞില്ലേ, ഇല്ല എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു വിശ്വാസം നീയായിട്ട് തകർത്ത് കളഞ്ഞില്ലേ. ഞാൻ ഇന്നാൾ നിന്നോട് എന്താ പറഞ്ഞത്, വീട്ടിലുള്ളവരാരെയും വിളിക്കരുതെന്ന്, ആരുമായിട്ടും അധിക സംസാരം വേണ്ട, ഒന്നും വേണ്ട എന്ന്. എന്നിട്ടും നീ മിത്രയെ വിളിച്ചില്ലേ വീണ്ടും. എൻ്റെ പൊന്നാനന്ദേട്ടാ, ഞാൻ വിളിച്ചതല്ല, മിത്ര എന്നോട് ഇങ്ങോട്ടാണ് വിളിച്ചത്. പിന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം അവരെ അറിയിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു, ഫോൺ കട്ട് ചെയ്തില്ല, അത്രയേ ഉള്ളൂ. നിൻ്റെ കള്ളത്തരങ്ങളൊന്നും എന്നോട് എടുക്കണ്ട. അതുകൊണ്ട് എത്രയും വേഗം കുടുംബക്കോടതിയിലേക്ക് ഇതിലെഴുതിക്കുന്ന ആ ഡേറ്റിൽ അന്ന് അവിടെ വന്ന് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രകാരം നമുക്കവിടെ ഒപ്പിട്ട് പിരിയാം. ആരും അന്നും അറിയില്ല, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പിരിയാട്ടോ. അവസാനം കൈയും കാലും ഒക്കെ പിടിച്ചിട്ടൊന്നും ദൈവമൊന്നും കാണിച്ചിട്ട് ആനന്ദ് അലിയുന്നില്ലെന്ന് മനസ്സിലാവുമ്പോൾ ഉദയഭാനുവിന് ദേഷ്യം വന്നിട്ട് തിരിച്ച് വിരട്ടുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നീ എൻ്റെ മോളെ ഉപേക്ഷിച്ചിട്ട് പോവുകടാ, എന്നാൽ പിന്നെ കാണണം, അങ്ങനെ ഉപേക്ഷിക്കാനല്ല നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നത്, എന്നാൽ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ആനന്ദ് വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങളെന്ത് ചെയ്യുമെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്? നിങ്ങൾ എന്നെ അങ്ങ് കോടതി കയറ്റോ, ജയിലിൽ കയറ്റോ, ആരാ കയറാൻ പോണെന്ന് ഞാൻ കാണിച്ചു തരാം. തട്ടിപ്പ് കാണിച്ച് കല്യാണം നടത്തിയതും പോരാ, എല്ലാ കള്ളത്തരങ്ങളും ആദ്യം മുതലേ എൻ്റെ അച്ഛനെ അമ്പലത്തിൽ വെച്ച് കണ്ട ആ നാൾ മുതൽ ഇന്ന് വരെ എല്ലാം പ്ലാനിങ്ങോട് കൂടിയാണ് നിങ്ങൾ സ്വന്തം മോളെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്നിട്ട് കള്ളത്തരവും പറഞ്ഞു, വലിയ ബിസിനസ് മാഗ്നറ്റാണ്, അത് ഇത്, സ്വന്തമായിട്ടൊരു വീടോ പണമോ സ്വന്തമായിട്ടെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ച് ഒരു പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. അതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ സ്വന്തമായിട്ട് വീടും പണവും സ്വത്തും ഒക്കെ ഇല്ലാത്ത അത്ര വലിയ മോശമുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് ചമഞ്ഞ് കിടക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഈ ബന്ധം വേണ്ട. ഇനി ഇതുപോലെ ഒരെണ്ണത്തിന് ജീവിതകാലം മുഴുവൻ തലയിൽ കെട്ടിവെച്ചുകൊണ്ടെടുക്കാൻ എനിക്ക് പറ്റില്ല. കോടതിയിൽ ചോദിക്കും, ഇതെല്ലാം ഞാൻ അങ്ങോട്ട് വെളിപ്പെടുത്താം. അപ്പോൾ ആരകത്ത് കിടക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. തട്ടിപ്പ് വീരനാണോ അത് ഞാനാണോ എന്ന്. അത് വേണോ? വേണ്ട മോനെ, ഒന്നും വേണ്ട, സർക്കാർ അതൊന്നും പറയാൻ പോകണ്ട. എന്നാൽ ഒരു കാര്യം ചെയ്യും, ആ പേപ്പറിൽ ഡേറ്റ് ഉണ്ട്, ആ ദിവസം മോളെയും കൂട്ടി നേരെ കുടുംബ കോടതിയിലേക്ക് വന്നോ, അവിടെ വെച്ച് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ആനന്ദ് പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതോടുകൂടി ദേവി തകർന്നുപോയി. നിങ്ങൾ അച്ഛനും അമ്മയും കൂടെ നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാൻ വേണ്ടി എന്തൊക്കെ കള്ളത്തരങ്ങളാണ് കാട്ടിയത്, എന്നിട്ടിപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടോ. അപ്പോൾ കൊടുക്കുന്ന ആഹാരങ്ങളൊന്നും ദേവി കഴിക്കുന്നില്ല. ദേവിക്ക് വല്ലാത്ത മനം പുരട്ടലും ഒക്കെ ആയിട്ടുണ്ട്. കൊടുക്കുന്നതൊക്കെ ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛന് ഉദയഭാനുവിനും മകളോട് ഭയങ്കര സ്നേഹമാണല്ലോ, വാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ദേവി ഛർദ്ദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പലതവണയാകുമ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ദേവി ഗർഭിണിയായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആഹാരമൊന്നും പിടിക്കാത്തതെന്ന്. അങ്ങനെ ഒരു സന്തോഷം കൊണ്ട് ഉദയഭാനുവിനോട് മോളോടും പറയാം, അതെ ഇതെന്താ കാര്യമെന്നറിയോ, ഇത് ദേവി മിക്കവാറും ഗർഭിണിയായിരിക്കും, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ദേവിക്ക് ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ ഒന്നുമില്ല, നമ്മൾ അങ്ങറ്റെത്തി, അതിൽ നിന്ന് ഒരു പിടിവെള്ളിയായിട്ട് ദേവ ഇപ്പം ഇട്ടുന്നതാണ് ഇതിൽ കയറി നമുക്ക് പിടിച്ചു കയറണം, മോളുടെ ജീവിതം തിരിച്ചു കിട്ടും, നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് ദേവിയെ സമാധാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ശ്രീകല ഉടനെ തന്നെ ഫോണെടുത്ത് ദേവാമംഗലത്തെ എല്ലാവരെയും സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ഉദയഭാനു ഫോണെടുത്ത് വിളിക്കാൻ പോവുക. അപ്പോൾ ശ്രീകല തടഞ്ഞിട്ട് പറയാം, വേണ്ട ഉദയേട്ടാ, ഫോണിൽ കൂടെ അല്ല ഇത് പറയേണ്ടത്, നമ്മളവിടെ പോകണം, നേരിട്ട് ചെന്ന് വേണം ഇത് പറയാനായിട്ട്, എന്നാലേ അതിനോട് ഇതുണ്ടാവത്തുള്ളൂ, എന്നാലേ അവർക്ക് ആ ഒരു ഉത്തരവാദിത്വവും സ്നേഹവും ഒക്കെ ദേവി തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ അവർക്ക് തോന്നണ്ടേ. അല്ല ഫോണിൽ കൂടെ പറയാനൊരു വില ഉണ്ടാവില്ല എന്ന് പറയാം കേട്ടോ. അത് തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.